എന്റെ അമ്മേ. കാശ് ഞാനല്ലേ കൈകാര്യം ചെയ്യാറ്. കാശും വെട്ടി ഞാൻ പിടിക്കാം. എന്നിട്ട് വേണം കൊണ്ട് കളയാൻ. എന്താ പറഞ്ഞേ? ഇത് ഉണക്ക നാടകം കളിച്ചിട്ട് നക്കാപ്പിച്ച കാശല്ല, ലക്ഷക്കണക്കിനുണ്ട്. നാടകത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. അത്തയച്ചേട്ടാ ഗോലഷ, ഇപ്പോഴേ ഫിറ്റ് കംപ്ലീറ്റ് കുളവാക്കും. നീ കുറച്ചു നേരം ആ റാംജി റാവുവിനും മഹേന്ദ്രവർമ്മയെ കൈകാര്യം ചെയ്യാനുള്ളതുകൊണ്ട് തൽക്കാലം വിട്ടിരിക്കുന്നു. Come on, boys. ഇയാൾ ഈ വെള്ളം എല്ലാം കൂടെ അടിച്ചു കയറ്റി കുളവാക്കുമെന്നാ തോന്നുന്നത്. എത്രയും ദയുള്ള മാതാവേ, ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവുകയാണ്. ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണേ. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക. ഒന്നും മിണ്ടായിരിക്കേ, ഇത് ഫോൺ അടിക്കുന്ന ശബ്ദമാ. ഗോലഷ എങ്കിൽ പറ, അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു വന്നു. ആ പിത്തക്കാടി വണ്ടി കയറിയോ? ഓ എടാ ഗോലഷ, ഇയാളെ ഏതെങ്കിലും മുറിയിട്ട് പൂട്ട്. ഈ കണ്ടീഷനെ കൊണ്ടുപോയാ ചേട്ടാ. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ചുവട് പിഴച്ചാൽ ഒന്നും രണ്ടുമല്ല 5 പേരുടെ ജീവനാ പോകുന്നത്. ഗോപാലകൃഷ്ണ, അവനോട് പറയേണ്ടത് ഓർമ്മയുണ്ടല്ലോ. അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ്. രാംജി റാവു പറഞ്ഞ അതേ സ്ഥലത്ത്, അതേ കെട്ടിടത്തിന്റെ 4ാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ. അവിടെ 3ാമത്തെ നിലയെ കാത്തു നിൽക്കുന്ന രാംജി റാവുവിന് നമ്മൾ പണം കൊടുക്കുന്നു, അവളെ വാങ്ങിക്കുന്നു. അവളെയും കുട്ടി നേരെ 4ാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയും അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഓക്കെ ഓക്കെ. ഹലോ മിടുക്കന്മാർ, എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ ഇവിടുന്ന് കടത്തിയല്ലേ? അതെ, അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇനി അവളെ നിനക്ക് വിട്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം. ശരി, ഞാൻ വരാം. നഗരാതിർത്തിയിൽ ആ കുന്നുംപുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 4ാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം. സ്റ്റെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും. പക്ഷേ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പം ആയിരിക്കണം. അവരവിടെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. എന്താ, ഞങ്ങളെ താങ്കൾക്ക് വിശ്വാസമില്ലേ? അവളെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ ഇവരെയൊക്കെ ഇങ്ങോട്ട് വിട്ടത്? നോ, ഇനി ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അവളില്ലാതെ നിങ്ങൾ അവിടുന്ന് പുറപ്പെടില്ല. പുറപ്പെടാൻ അവർ സമ്മതിക്കില്ല. ഹലോ ഹലോ, അതെ, ഒന്നും പറയണ്ട. ആദ്യം അവളെ വിളിക്കേ. അവളെയും കൊണ്ട് ഉടനെ പുറപ്പെടണം. അതിന് അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ആ റാംജി റാവു സ്പീക്കിംഗ് കിഡ്നാപ്പ്. അവള് ഞങ്ങൾ അടുത്ത് തന്നെയുണ്ട്. പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം. നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം. പോരെ? പോരാ, അവളെയും കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ലേ? എന്നാ നീയൊക്കെ കൊണ്ടുപോടാ അവളെ ഇവിടുന്ന്. മിണ്ടരുത്. ഇത് അവരും കൂടി അറിയണോ? മിണ്ടിപ്പോയിരുന്നാ പറഞ്ഞത്. പ്ലീസ്, ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം, ഉറപ്പായിട്ട് കൊണ്ടുവരാം. സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി. ആ, അതല്ലേ ഞാനും പറഞ്ഞത്. റാംജി റാവു സ്പീക്കിംഗ്. അത് പറയാൻ വന്നപ്പോഴല്ലേ നീന്റെ വായ വന്നത്? അതെ, റാംജി റാവു തന്നെ തട്ടിക്കൊണ്ടുപോയി. ഇത് അവന് കൊടുക്കാനുള്ള പണമാണ്. ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവിടെ കൊണ്ടുവരാം. പ്ലീസ്, സമയം പോകുന്നു. അതുകൊണ്ടാ. ബാലകൃഷ്ണ, മത്താച്ചേട്ടാ, നിക്കടാ അവിടെ. മര്യാദയ്ക്ക് അവളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതെന്തൊരു നാശമാണെന്ന് പറ. അവൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല ഇല്ല. എങ്കിൽ അവൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. സർ, അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. സർ, സമയം പോകുന്നു. നിന്നോടാണ് പറഞ്ഞത് ഇരിക്കാൻ. മൂവ് മൂവ്. ഇതിനാണല്ലോ ഞാൻ നിനക്ക് മെഴുതി എത്തിച്ചത്. ഞാൻ എവിടെ ഇരിക്കണ്ടേ സാറേ? ഞാൻ എവിടെ ഇരിക്കുന്നു? ഇരിക്കടാ. ഇതെന്താ വേറെ റാംജി റാവു? ആശങ്കൾ ഇവന്മാർക്ക് ഇവിടെ സ്ഥലം കിട്ടിയുള്ളൂ കിഡ്നാപ്പിംഗ് നടത്താൻ. ചെന്ന് നോക്കി, ഇല്ലെങ്കിൽ അവന്മാർ അതിനെ കൊണ്ട് ഇങ്ങോട്ട് വരും. ആ ശരി. പേടിക്കാനൊന്നുമില്ല.
അവര് നേരെ മുകളിലേക്ക് പോയി. സർ സമയം പോകുന്നു. മിണ്ടരുത്. എടാ പന്നി! ഓ ഇരിക്കടാ. എനിക്ക് അനങ്ങരുത്. കടക്കടാ പുറത്ത്, കടക്കാൻ. എൽദോ വെറുതെ അലമുണ്ടാക്കരുത്. ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. കളിത്തോക്ക മിണ്ടാതിരി. കളിത്തോക്കാണാശനെ. കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ വിധം മാറും. ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ. ആഹാ, എന്നാ ഈ മെയിൻ ബന്ധുക്കളെ തന്നെ ആദ്യം അടിയടാ. അയ്യോ, പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതിക്കിടത്തിയതാ എന്റെ മാതാവേ. ഇങ്ങോട്ട് വരാൻ. ഇടടാ. ഇങ്ങോട്ട് വരാൻ. ആ ഞൊണ്ടിക്കാരൻ പിന്നാലെ വരണ്ടോ? എന്തോ അവനവന്റെ കാലം കൊണ്ട് രക്ഷപ്പെട്ടു പോകണ. വേഗം പാടാ. എടാ ചെന്നവന്റെ കാല് തന്നെ എടുക്കേ. ഇതെങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത്? ഒളിഞ്ഞതല്ല, പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പടി കയറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ലിഫ്റ്റാ? ആ, മത്താച്ചേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതി. ഇവിടെ വരുമോ? ആ വരും. ഉദ്ദേശം എത്ര മണിക്കാ? ദേ മിണ്ടാതെ നിന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. പൊന്നപ്പാ, ഇയാളെ നോക്കിക്കോ. അതെന്തിനാണ് എന്നെ നോക്കാൻ ആളെ നിർത്തിട്ട് പോണത്? ഞാനെന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണ? എന്താടാ? എനിക്കും കുറച്ച് ധൈര്യം വേണമായിരുന്നു. ധൈര്യം വേണല്ലേ? എന്നാ ധൈര്യം കുടി. ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക. ഇതങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു. ഓവറായിട്ട് ഛർദിക്കരുത്. കുടി കുടി. ഓ, cheers. ഇനി വേണോ? വരാം. നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ. നിന്നെ കാണുന്ന പോലെയൊന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ച നീ ഇത്? ഈ കുപ്പിയിലെ അടപ്പ എവിടെ? അടപ്പാ. ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ്? ദേ ഇതല്ലേ അടപ്പ്. അപ്പൊ കുപ്പിയോ? ദേ കുപ്പി. ആ കൊമ്പൻ മീശക്കാരൻ എന്താ ദിങ്ങനെ നിക്കണേ? ചെന്നാ അടിക്കണവരെ. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ അവൻ ഇങ്ങനെ വിടറ. ചാടിച്ചവിട്ട്. അതെവിടുത്തെ പരിപാടി? നിന്നെ എന്നെ മറിച്ചിട്. ഇതെവിടുത്തെ മര്യാദ? നിന്നെ മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം? നീ മഹേന്ദ്രവർമ്മയുടെ ആളായാലും റാംജി റാവുന്റെ ആളായാലും നീ മൊത്തം എനിക്ക് പുല്ലടാ. എന്റെ അടുത്ത നിന്റെ കളി. തലകൊണ്ടിരിക്കണ പരിപാടി. ഇടങ്കാല് വെച്ച് വീഴ്ത്തുവല്ലടാ പന്നി. നീ എന്നെ ഇടങ്കാല് വെച്ച് വീഴ്ത്തിട്ട് നീ നിന്ന് ചിരിക്കല്ലേ? നിർത്ത് നിർത്ത്, പണ്ട് നിർത്ത്. കിടക്കുന്ന അവന്മാരുടെ കാറ്. ആ, ഇത് അവന്റെ കാർ തന്നെ. ഓ, കാറിനെ തൊഴിച്ച് നിന്റെ കാല് കളയാതെ അവന്റെ കാല് പോയി തല്ലി ഉടക്കി. അവനെവിടെ? ഇതിനകത്തോട്ട്. എന്നതാ ഞങ്ങളെ നിനക്ക് അയ്യോ അവൻ പോയി അവരടിച്ചടാ. നിന്നെ ഞാൻ പറപ്പിക്കോളാം. അയ്യോ, നമ്മുടെ പെട്ടില്ലേ ഇത്? അതിച്ച് ശരിപ്പെടുത്തണ ഇവനെ. പെട്ടി ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ കേക്കണ്ടേ? എന്തോ അവന്മാർ പോണ. കാലൊടിക്കുന്ന കമ്പനിക്കാർ ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ ഗോപാലകൃഷ്ണ. നിങ്ങൾ ഇവിടെ നിൽക്കുക. വാ നോക്കാം. അവന്റെ കാറ്റ് പോയിന്ന് എനിക്ക് തോന്നുന്നു. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല.
മേലേന്ത് പിടിയ കൂട്ടുകാരൻ ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ല. ആ ഇത് ഇവര് നോക്കിക്കോളും, നമുക്ക് പോവാം. ആ പോവാൻ പറ്റേ എന്ത് താഴേക്ക് എത്തിയിട്ടില്ല എന്നാ? ഇല്ലാന്ന് മേലെ പുറപ്പെടുകയും ചെയ്ത് താഴോട്ട് എത്തിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? അവന്റെ ശവം പോലും കാണാനില്ലെന്ന്. ഈ ആശാൻ അവനെ അടിച്ച് പറപ്പിച്ചു കളഞ്ഞില്ലേ? ആശാന് തൂക്കുകാർ ഉറപ്പാ. അയ്യോ ഒരയ്യനെ വിളിച്ചിട്ട് കാര്യമില്ല. ബാലകൃഷ്ണ, നീ പോലീസിനെ വിളിക്കുക, ഇയാളെ കയ്യോടെ ഏൽപ്പിക്കാം. അനിയ ഈ പാതിരാക്ക് എന്തിനാ പോലീസ്? നമുക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാം. മതിയോ? അപ്പൊ ആശാൻ എന്റെ കാല് തല്ലി ഓടിക്കണ്ടേ? അയ്യോ എന്തിന്? അനിയന് വേണമെങ്കിൽ ഈ എന്റെ കാല് തന്നെ ഓടിച്ചു. എടാ എന്തോ എന്റെ അനിയന്റെ കാലിലേക്ക് കയറി തൊട്ടുപോയാൽ കൊന്നുകളി. ഓടിക്കാനുള്ള കാല് പിടിക്കാനുള്ള വേണ്ട, വേണ്ട, കാലൊന്നും പിടിക്കണ്ട. എന്റെ കാല് തല്ലി ഓടിക്കും പറഞ്ഞ ആ ഏരിയയിലെങ്ങനെ വന്നാലുണ്ടല്ലോ, അണ്ണാ എന്റെ കാലിന്റെ കാര്യം കൂടെ പറഞ്ഞു തീർക്കണ്ണ. ഇവന്റെ കാലും അപ്പൊ ഞാൻ ഈ കേസ് കുത്തിപ്പോക്കും. പൊക്കും. ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ് 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 എന്തോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത് എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്. ഇനി എന്റെ അനിയന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം. വാ. പോവാൻ പറ്റേ ഈ മേളീന്ന് വീണവൻ എന്താ താഴെ എത്താത്തെന്ന് പറ. ഒന്ന് പോണോ മാപ്പിളെ? എന്താന്ന്? അതുകൊണ്ട് ചേർത്തല്ലേ കോംപ്ലിമെന്റ്സ് ആക്കിയത്. വാടാ. വേഗം പാടാ. ഓ, അങ്ങനെ ഇവന്മാരുടെ ശല്യം ഒഴിഞ്ഞു. വാ. അറിഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി.